സ്ത്രീകളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുമായ ഒരു ഘട്ടമാണ് ആർത്തവ വിരാമം. ആർത്തവ വിരാമത്തിലൂടെ സ്ത്രീ ശരീരത്തിലെ ഹോർമോൺ കുറയുന്നതോടുകൂടി ധാരാളം ബുദ്ധിമുട്ടുകളാണ് നേരിടേണ്ടി വരിക. ആർത്തവ വിരാമവും കർക്കിടക ചികിത്സയും വിശദീകരിക്കുകയാണ് പ്രശസ്ത ആയുർവേദ ഡോക്ടറും അമൃത സ്കൂൾ ഓഫ് ആയുർവേദ ആൻഡ് ഹോസ്പിറ്റലിലെ പ്രസൂതി തന്ത്ര സ്ത്രീരോഗ വിദഗ്ധ അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ സിനു മിത്ര. ഞാനിന്നിവിടെ പറയാൻ പോകുന്ന വിഷയം ആർത്തവ വിരാമ കാലത്തെ കർക്കിടക ചികിത്സയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ആർത്തവ വിരാമം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു സ്ത്രീ അവരുടെ ജീവിതത്തിൽ യൗവനാവസ്ഥയിൽ നിന്ന് വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന ഒരു സമയമാണ് നമ്മൾ ആർത്തവ വിരാമം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അവസ്ഥയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ദോഷം, നമ്മുടെ ബോഡിയിൽ കുറച്ച് ഇംബാലൻസുകൾ ഉണ്ടാവും. ശാരീരികവും മാനസികവുമായിട്ടുള്ള വ്യത്യാസങ്ങൾ നമ്മുടെ ശരീരത്തിൽ പ്രകടമായി തന്നെ കാണുന്നു. ഇതിൽ നിന്ന് അനിവാര്യമായൊരു മാറ്റമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. പക്ഷേ അതിലേക്കുള്ള യാത്രയുടെ വേഗത ഒന്ന് കുറയ്ക്കാൻ നമുക്ക് എപ്പോഴും കർക്കിടക ചികിത്സ പോലുള്ള ആയുർവേദ ചികിത്സകൾ നമ്മൾ ഒരുപാട് സഹായിക്കുന്നതാണ്. അധികരിക്കുന്ന ദോഷം വാദമാണ്. നമുക്ക് അതിനെ കുറയ്ക്കാൻ ഈ സമയത്ത് നമ്മൾ ഒരു പ്രോപ്പറായിട്ട് ചെയ്യുന്ന ശോധനത്തിന് ഒരുപാട് നമ്മളെ സഹായിക്കാനാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കർക്കിടക ചികിത്സയിലേക്ക് വരുന്നത്. ഇനി കർക്കിടക ചികിത്സ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് പച്ചമരുന്നുകളും ഔഷധികളും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലിപ്പോൾ ഉപയോഗിക്കുന്ന മറ്റ് സാധനങ്ങളുണ്ടാകും. അതിനകത്ത് ഉലുവയും ജീരകവും ഒക്കെ ചേരുന്നുണ്ട്. ഇതിനകത്തെല്ലാം കെമിക്കൽ കോമ്പോണൻസ് കോൺസ്റ്റിറ്റ്യുവൻസ് പറയുമ്പോൾ ഫൈറ്റോ ഈസ്ട്രജനിക് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. നമുക്കറിയാം, മെനോപോസിൽ ഈസ്ട്രജനാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ആ ഈസ്ട്രജനെ കോമ്പൻസേറ്റ് ചെയ്യാനും നമുക്ക് ഒരു പരിധി വരെ ഈ കർക്കിടക കഞ്ഞിയിലുള്ള ഔഷധങ്ങൾ നമ്മളെ സഹായിക്കുന്നതാണ്. കർക്കിടകത്തിൽ നമുക്ക് സംഭവിക്കുന്ന നമ്മുടെ കോഷ്ടാഗ്നി അഥവാ ഡൈജസ്റ്റീവ് ഫയർ വളരെയധികം കുറയുന്നൊരു സമയമാണ്. അതായത് ഒരുപാട് ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ ഡൈജസ്റ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ലഘുവായിട്ടുള്ളതും അതുപോലെ തന്നെ ചൂടുള്ളതുമായിട്ടുള്ള ഭക്ഷണമാണ് പറയുക. കർക്കിടക കഞ്ഞി അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനും ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. മാനസികപരമായിട്ടുള്ള മാറ്റങ്ങൾ മെനോപോസിൽ നമുക്കറിയാം, എത്തിപ്പെടുന്നൊരു അവസ്ഥയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ വളരെയധികം സ്ട്രെസ്സും അതുപോലെ തന്നെ പ്രായം ഒരു 45 മുതൽ 55 വയസ്സ് എന്ന് പറയുന്നൊരു സമയത്ത് വളരെയധികം റെസ്പോൺസിബിലിറ്റീസ് ഉള്ളൊരു കാലമാണ്. പലപ്പോഴും സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാതെ പോകുന്നൊരു സമയമാണ്. ഈ സമയത്താണ് ഈ ഒരു ചികിത്സയുടെ പ്രാധാന്യം അല്ലെങ്കിൽ ആവശ്യം അവർക്കുള്ളത്. അപ്പോൾ എപ്പോഴും ഒരു കർക്കിടക ചികിത്സ ഒരു സപ്പോർട്ടീവ് ഫാക്ടർ തന്നെയാണ് മെനോപോസിലേക്ക് എത്തിപ്പെടുമ്പോൾ. ഒന്നുകിൽ ഇപ്പോൾ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നുള്ളത്. ഒരിക്കൽ പെരിമെനോപോസിൽ പിടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, മെനോപോസ് അറ്റൈൻ ചെയ്തു, നിങ്ങൾ ആർത്തവ വിരാമത്തിൽ എത്തിയെങ്കിലും അവിടെയും പല കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് നല്ലൊരു ഉറക്കം കിട്ടാനായാലും നല്ല വേദനകൾ കുറയ്ക്കാനായാലും ഒക്കെ കർക്കിടക ചികിത്സ ഒരുപാട് സഹായകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.